ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികളും ഇന്ന് ഓരോരുത്തരും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ, ദൈവാനുഗ്രഹം നൂറുമേനി വിളവ് നൽകി ഓരോരുത്തർക്കും സംലബ്ധമാകുവാൻ ആയതിനു വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. വിവിധ സംഘടനകളിലൂടെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ പ്രവൃത്തി ഓരോരുത്തരും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പ്രവർത്തന നിരതരാകുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യം 5, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പാപിയെ നീതീകരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കുരിശിൽ നമുക്ക് വേണ്ടി 3 ആണികളാൽ തൂങ്ങപ്പെട്ട് പാപങ്ങളെല്ലാം കാൽവരി കുരിശിൽ ഏറ്റെടുത്ത ദൈവപുത്രനായ, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. ഈ ഒരു വിശ്വാസത്തിലേക്ക് ഓരോ മക്കളും പ്രവൃത്തി ചെയ്യുന്നു എന്നതിനേക്കാൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അങ്ങനെയൊരു വിശ്വാസം നൂറുമേനി ഉളവാകുമ്പോൾ അത് നീതിയായി പരിഗണിക്കപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്നും നാം വായിക്കുന്നുണ്ട്. ആയതിനാൽ വെമ്പൽ കൂട്ടുകയാണ് പ്രവർത്തിക്കുവാൻ വേണ്ടി, അയൽക്കാരനെ സ്നേഹിക്കുവാൻ വേണ്ടി. പ്രവൃത്തികളിൽ നൂറുമേനി വിളവ് നൽകിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നീതീകരണം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു പ്രയാണം, പ്രകാശത്തിലേക്കുള്ള ഒരു യാത്ര നല്ലത് തന്നെ. എന്നാൽ പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസം. അതെത്രമാത്രം പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നുവോ നീ, അഥവാ ഞാൻ എത്രമാത്രം പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നുണ്ടോ അത് നീതിയായി പരിഗണിക്കപ്പെടുന്നു. വിശ്വാസം 30 മേനിയല്ല, 60 മേനിയല്ല, 100 മേനി വിളവ് നൽകിക്കൊണ്ട് നീതിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ. നമ്മുടെ വിശ്വാസം ശക്തി പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഹല്ലേലൂയ.